ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പം ഏറ്റവും വലിയ ചർച്ച നടക്കുന്നത് ഒരു വശത്ത് മുഖ്യമന്ത്രി സ്ഥാനം ആർക്ക് വേണം എന്നുള്ളത്, വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ, അങ്ങനെ രമേശ് ചെന്നിത്തല എന്നുള്ളൊരു ഭാഗം. മറുവശത്ത് ഇതിലേറെ ആകാംക്ഷയോടെ ആൾക്കാർ കാത്തു നിൽക്കുന്ന ഒരു കാര്യമാണ് ആരായിരിക്കും അടുത്ത പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു സംഭവം. അപ്പം ആ ഒരു വിഷയത്തിൽ എന്താണ് കാഴ്ചപ്പാട്? പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ എം വി ഗോവിന്ദൻ്റെ ഒരു പ്രസ്താവന എന്ന് പറഞ്ഞത്, റിസൾട്ട് വന്ന് 6-ാം തീയതി തന്നെ ഞങ്ങൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും, എല്ലാം റെഡിയാക്കും, മന്ത്രിസഭാ യോഗമൊക്കെ ഏകദേശം റെഡിയാക്കും എന്നാണ് പറഞ്ഞത് അദ്ദേഹം. പാവം പിടിച്ച ആ പാവത്തിന് UDF ആണ് ജയിച്ചത്, നമ്മൾ മുഖ്യമന്ത്രിനെ നോക്കണ്ട എന്ന് പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ എന്നറിയില്ല. പുള്ളിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടായിരിക്കാം അതിനകത്ത് ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് ചർച്ച നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. എല്ലാവരും ഈ പറയുന്ന മുഖ്യമന്ത്രി ആരാണെന്നുള്ള അടിയുടെ പിന്നാലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തായാലും പ്രതിപക്ഷത്തെ ഒരാൾ വന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും നാളൊരു 25 വർഷത്തെ പാർട്ടിയുടെ ഒരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒതുങ്ങിപ്പോയ ഒരു പാർട്ടിയാണത്. പാർട്ടിയിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള കേരളത്തിലെ സ്ഥാനം, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിട്ട് 15 വർഷം അദ്ദേഹം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന 2 വർഷങ്ങളിലും 2 ടൈമിലും അദ്ദേഹം തന്നെയായിരുന്നു മുഖ്യമന്ത്രി. ഇനി വരാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടും ഈ പിണറായി വിജയന് പോയി ഇരിക്കാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രായമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി സംസാരിക്കേണ്ട ഒരാളായിരിക്കണമല്ലോ. ജനാധിപത്യപരമായിട്ടുള്ളൊരു ഭാഷ ഒരു രീതിയിലും വശമില്ലാത്ത ഒരാളാണ് ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിന് കുറേ സ്വന്തമായിട്ടുള്ള കുറേ ഇൻവെൻഷൻസ് ഒക്കെ നടത്തിയിട്ടുള്ളൂ ഭാഷ. അതിനപ്പുറത്തേക്ക് ജനാധിപത്യത്തിന്റെ ഭാഷ അദ്ദേഹത്തിന് അറിയുമെന്ന് എനിക്കറിയില്ല. ഇതിനു മുൻപ് വന്നിട്ടുള്ള പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാവരെയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന VS അച്യുതാനന്ദൻ തന്നെയായിരുന്നു. അതുപോലൊരു പ്രതിപക്ഷ നേതാവ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ VD സതീശൻ വളരെ മികച്ച ഒരാൾ തന്നെയാണ്. പക്ഷേ VSന്റെ ഒരു പോരാട്ട വീര്യമൊക്കെ ഉണ്ട്. 1996 തോന്നുന്നു ഇതുപോലെ തന്നെ LDF ഇതേ സമാനമായി, ഇത്രയും നാണം കെട്ട രീതിയിലല്ല എന്നാലും സമാനമായ രീതിയിൽ ഒരു തോൽവി നേരിട്ട സമയത്ത് അന്ന് രാത്രി തന്നെ ഒരു മുറിക്കയും ബനിയനും ഇട്ടിട്ട് VS അച്യുതാനന്ദൻ മാധ്യമങ്ങളെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കും, എന്തായാലും കുതിര കച്ചവടത്തിനില്ല, ശക്തമായ പ്രതിപക്ഷമായിട്ട് ഞങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്ന ഒരാളാണ്. അന്ന് രാത്രി തന്നെ, ആ തോൽവിയുടെ ദിവസം തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ശക്തമായിട്ട് പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് അണികൾക്ക് വീഴ്ച പരിശോധിക്കും എന്നുള്ളൊരു ഉറപ്പ് കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റി. പക്ഷേ ഇപ്രാവശ്യം ഇതിലും വലിയൊരു നാണം കെട്ട തോൽവി ഇനി വരാനില്ല. അതുപോലൊരു തോൽവി വന്നിട്ടും മാധ്യമങ്ങളെ കാണാൻ ഈ പറയുന്ന പിണറായി വിജയൻ കൂട്ടാക്കിയിട്ടില്ല. അണികൾ എന്ത് പറഞ്ഞ് ന്യായീകരിക്കണം എന്നുള്ളൊരു ക്യാപ്സ്യൂള് പോലും അണികൾക്ക് കൊടുക്കാണ്ട് മുങ്ങിക്കളയോ അദ്ദേഹം ചെയ്തത്. ഇപ്പോൾ പ്രവർത്തിച്ച അണികൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നിൽക്കാനെങ്കിലും വേണമല്ലോ. മുഖ്യമന്ത്രി നേരിട്ട് മാധ്യമങ്ങളെ കണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അണികൾക്ക് കുറച്ചെങ്കിലും സമാധാനമാകുമായിരുന്നു. അവർക്ക് കൃത്യമായിട്ടൊരു ക്യാപ്സ്യൂള് പോലും കിട്ടാണ്ട് അത്രയും പത്തറ്റിക്കായ ഒരു സിറ്റുവേഷനിൽ കൂടി നമ്മുടെ സഹാക്കന്മാർ അന്നത്തെ ഒരു രാത്രി കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം എത്രത്തോളം അഭികാമ്യമാകും എന്നുള്ളത് അറിയില്ല. അദ്ദേഹത്തിന് ഇപ്പോഴും ഈ പറയുന്ന പോലെ പാർട്ടിയുടെ ചിട്ടവട്ടങ്ങളോ അതിനുള്ളിൽ നിൽക്കുന്ന ഒരാളല്ല. അദ്ദേഹമാണ് പാർട്ടി എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാൾക്ക് പ്രതിപക്ഷത്തിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കാൻ ഇപ്പോൾ 82 വയസ്സുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പ്രതിപക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് ഗർജിക്കുന്ന സിംഹമാകാനുള്ള വീര്യം ഇനി ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനെ MLA-മാർ പോലും ഇപ്പോൾ UDF-ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചുണക്കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് യുവാക്കൾ ഒരുപാടുണ്ട്. പക്ഷെ മരുന്നിന് പോലും ഒന്ന് CPM-ൽ ഇല്ല എന്നുള്ളത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടിക്കുന്നൊരു കാര്യം തന്നെയാണത്. CPM-ൽ കൃത്യമായിട്ടും ഒരു പോരാട്ട വീര്യമുള്ള ആരാണ് ആ കൂട്ടത്തിലുള്ളത്? പിന്നെ ഒതുങ്ങിയിരിക്കുന്ന റിയാസ് എന്ന് പറയുന്ന മരുമകനെ ഈ പറയുന്നത് പോലെ കൊണ്ടുവന്ന് നിർത്താമെന്ന് വിചാരിച്ചാലും ഒരു പക്ഷേ റിയാസ് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അതെ, ലീഗ് അപ്പുറത്ത് ശക്തമായിട്ട് നിൽക്കുമ്പോൾ മുഹമ്മദ് റിയാസിന് എത്രത്തോളം ശബ്ദം ഉയർത്താൻ പറ്റും എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. റിയാസിന് അവിടെ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ അപ്പുറത്ത് ശക്തമായി നിൽക്കുന്ന ലീഗിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരുപാട് അങ്ങോട്ട് ശക്തി കാണിക്കാൻ മുഹമ്മദ് റിയാസിനെ പോലെ ഒരാൾക്ക് പറ്റുമെന്നുള്ളത് മറ്റൊരു വശമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഫവാസ് പറയൂ. മാത്രമല്ല, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ലീഗിന്റെ കാര്യം മാത്രമല്ല, ഇപ്പം നമുക്കറിയാം റിയാസ് ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ലെഫ്റ്റിന്റെ ഏറ്റവും വലിയ കോർ വോട്ട് ബേസ് എന്ന് പറഞ്ഞാൽ അത് ഈഴവ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഈ SNDP അല്ലെങ്കിൽ SNDP-നെ പേരെടുത്ത് പറഞ്ഞില്ല, ബട്ട് ഈഴവ വിഭാഗം അവരാണ് അവരുടെ കോർ വോട്ട് ബേസ് എന്ന് പറയുന്നത്. ഈ ഇലക്ഷനിൽ അവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പാളിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഈഴവ വോട്ട് അവർക്ക് നഷ്ടപ്പെട്ടു. ചാത്തന്നൂർ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ BJP-ക്ക് അത് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്.
അപ്പം ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ള വോട്ടുപാട് അവർ കളയാൻ ഒരിക്കലും ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ വെക്കരുത് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. റിയാസ് ഈ പറഞ്ഞ പോലെ നമ്മൾ കുടുംബാധിപത്യത്തിൻ്റെ പേരിൽ വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ടി വീണ്ടും ക്ഷയിച്ചില്ലാണ്ടാവുകയുള്ളൂ. പകരം എന്നാൽ അതിന് പറ്റും നല്ലൊരു നേതാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ മുമ്പോട്ട് കൊണ്ടുവരിക പക്ഷെ വേറെ എന്നുള്ളത് ആരാണ് ഉള്ളത് എന്നുള്ളതും മറ്റൊരു ചോദ്യമാണ്. അക്കൂട്ടത്തിൽ ആരാണ് പോരാട്ട വീര്യത്തോടു കൂടി ഈ ഒരു 5 വർഷം കൊണ്ട് പാർട്ടിയെ, അല്ലെങ്കിൽ ഇപ്പോൾ ശവക്കല്ലറയിലായി എന്ന് പറയപ്പെടുന്ന CPM എന്ന് പറയുന്ന പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ ആംപിയർ ഉള്ളൊരു നേതാവ് വരണം. അതിന് ആര് വന്നാൽ ഇനി നടക്കും എന്നുള്ളത് പിണറായി വിജയൻ എന്ന് പറയുന്ന പേര് ഇനി ഊഹിക്കാൻ പോലും, അല്ലെങ്കിൽ അതുകൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും നല്ലത് CPM-നെ അങ്ങ് കുഴിച്ചു മൂടുന്നതാണെന്നുള്ള തോന്നുന്നത്. അപ്പോൾ ആ സ്ഥലത്തേക്ക് ആര് വരും? ഇപ്പോൾ UDF-ൽ ഇപ്പോൾ മുഖ്യമന്ത്രി തർക്കം നടക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ അത്രയും നേതാക്കന്മാർ സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇപ്പുറത്ത് പ്രതിപക്ഷ നേതാവാക്കാൻ ആര് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ആർക്കും അറിയില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ അത്രയും നേതൃദാരിദ്ര്യം വന്നിട്ടുണ്ട് ശരിക്കും അവിടെ. ഇത്രയും വർഷം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒറ്റൊരു അച്ചുതണ്ടി കിടന്ന കറങ്ങിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു കുഴപ്പം എന്തായാലും പ്രതിപക്ഷ നേതാവിൻ്റെ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. അത് മാത്രമല്ല, ഏറ്റെടുക്കുന്നവരാരാണോ അവർക്ക് വലിയൊരു ചുമതല ഉണ്ട്. ഒന്നുമല്ലാത്ത പാർട്ടിയെ വീണ്ടും തിരിച്ച് പഴയ രൂപത്തിലോട്ട് എത്തുക. ഇപ്പോൾ കോൺഗ്രസിനെ ഏറ്റെടുത്ത സമയത്ത് സതീശ് നേരിട്ട ഏറ്റവും വലിയൊരു വെല്ലുവിളി ഇതായിരുന്നു. അപ്പോൾ അതേ രീതിയിലുള്ള വെല്ലുവിളിയാണ് ഇപ്പോൾ CPM നേരിടാൻ പോകുന്നത്. പാർട്ടി തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോൾ അതിൽ നിന്നും വീണ്ടും ആ പാർട്ടി ഉയർത്തി എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം കൂടി അവർ ഏറ്റെടുക്കേണ്ടി വരും. ആകെ 35 പേരേ ഉള്ളൂ എന്നുള്ളതും വലിയൊരു അംഗബലം ഒരുപാടങ്ങ് കുറഞ്ഞു പോയി. അത് ഏറ്റവും നാണം കെട്ട തോൽവി എന്ന് നമ്മൾ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. പിന്നെ പിണറായി വിജയൻ ഒരു പക്ഷേ മാറി നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കാം കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ പാട്യം ഗോപാലൻ്റെ മകൻ NP ഉല്ലേഖ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് മാഗസിനിൽ അദ്ദേഹം തുറന്നെഴുത്ത് നടത്തിയിരിക്കുന്നത്. പിണറായി വിജയൻ ഒരുപാട് നാളായി ക്യാൻസർ ആണെന്ന് പറഞ്ഞു കേൾക്കുന്നു. മയോ ക്ലിനിക്കിൽ അദ്ദേഹം പോകുന്നു, ചികിത്സിക്കുന്നു, കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരിടത്തും ഔദ്യോഗികമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തിന് ക്യാൻസർ ആണ് എന്നുള്ളത്. മുഖ്യമന്ത്രിക്ക് അസുഖം ദുരൂഹമാണെന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മയോ ക്ലിനിക്കിൽ പോകുന്നത് കൊണ്ട് തന്നെ ക്യാൻസർ ആണ് എന്നുള്ളത് പച്ചയായ സത്യമാണ്. പക്ഷേ ഒരു ഹാൻഡിലുകളും രേഖപ്പെടുത്തി അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടൊരു ഭാഗത്തും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കാര്യമാണ്. പക്ഷേ NP ഉല്ലേഖ്, അതും കണ്ണൂരിലെ തന്നെ ഏറ്റവും തലമുതിർന്നൊരു നേതാവായിരുന്ന CPM-ൻ്റെ പാട്യം ഗോപാലൻ്റെ മകനാണ് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് മാഗസിൻ, ഓപ്പൺ മാഗസിൻ, അതിൽ എഴുതിയിട്ടുള്ളത് ക്യാൻസർ സർവൈവറാണ് പിണറായി വിജയൻ എന്ന് ആദ്യമായിട്ട് ലിഖിതമായിട്ട് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് അതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അങ്ങനെ ഒരു ഈ പാട്യം ഗോപാലൻ്റെ മകനായതുകൊണ്ട് തന്നെ NP ഉല്ലേഖ് എന്ന് പറയുന്ന ആൾക്ക് പിണറായി വിജയനെ നന്നായിട്ട് അറിയാം. ഒരുപാട് P ശശിക്കെതിരെയൊക്കെ ഒരുപാട് കൃത്യമായ തുറന്നെഴുത്തുകൾ നടത്തിയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് പിണറായിയോട് ഒരുപാട് വിധേയത്വമുള്ള ഒരാളൊന്നുമല്ല NP ഉല്ലേഖ്. ഒരുപാട് വിയോജിപ്പുകൾ തുറന്ന് പറയുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ക്യാൻസർ സർവൈവർ ആണ് എന്ന് തുറന്നെഴുതിയതിലൂടെ തന്നെ ഒരുപക്ഷെ അസുഖത്തിൻ്റെ ആ ഒരു വിഷയം സഖാക്കളൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുമുണ്ട്. പിണറായി അതിജീവിതനാണ് എന്ന് പറയുന്ന ഒരു വിഷയം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വൈയായികകൾ ഇത്രയും നാൾ മുഖ്യമന്ത്രി പദത്തിലേക്കായിരുന്നു എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഈ പറയുന്ന ക്യാൻസർ എന്ന് പറയുന്നൊരു പേര് അവിടെ വരില്ലായിരിക്കാം. ഇപ്പോൾ എന്തായാലും പ്രതിപക്ഷ നേതാവ് ആകാണ്ടിരിക്കാനാണോ, അല്ലെങ്കിൽ ആ അസുഖകാര്യം പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടും ഒരു വനവാസത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് ഒരുങ്ങുന്നതിൻ്റെ മുന്നോടിയായിട്ടാണോ ഇപ്പോൾ അസുഖത്തിൻ്റെ കാര്യം CPM ഹാൻഡിലുകൾ തന്നെ വെളിപ്പെടുത്തിയേക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം നോക്കുമ്പോൾ പിണറായിയുടെ കഴിവുകേട് കൊണ്ട് പ്രതിപക്ഷ നേതാവാക്കി എന്നല്ല വരാൻ പോകുന്നത്. അദ്ദേഹത്തിന് ഇങ്ങനെ പ്രായാധികം മൂലമുള്ള അസുഖങ്ങളും അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ളൊരു അസുഖം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള കാര്യത്തിൽ നിന്ന് മാറ്റി നിർത്തി എന്ന് പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമതലകളിൽ നിന്നെല്ലാം മാറ്റിക്കൊണ്ട് പാർട്ടി ഒരു പുതിയൊരു സമവാക്യമൊക്കെ രൂപപ്പെടുത്തിയെടുക്കാൻ സാഹചര്യം. എന്തായാലും പ്രതിപക്ഷ നേതാവ് ആരാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് മരുന്നിന് പോലും പറഞ്ഞു കാണിക്കാൻ ഒരാളില്ല എന്നുള്ളത് ഇപ്പോൾ അത് UDF-ൻ്റെ വിജയമായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നത്. ഇപ്പം അപ്പുറത്ത് നടക്കുന്ന അടിയും ഇപ്പുറത്തെ ഇല്ലായ്മയും നേതൃദാരിദ്ര്യവും തമ്മിൽ നോക്കുമ്പോൾ മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. അവരായിരുന്നു ജയിച്ചിരുന്നെങ്കിൽ പിണറായി വിജയൻ തന്നെ 3-ാം വട്ടം വന്നേനെ. പക്ഷെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഈ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ ഈ കുറേ അകമ്പടിയും പോലീസ് പരിചാരകരൊന്നും ഇല്ലാണ്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റില്ല. ഇത്രയും വർഷം അങ്ങനെ ജീവിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന പദവിക്ക് പോലീസ് എസ്കോർട്ട് ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനം അദ്ദേഹം ചോദിച്ച് വാങ്ങുമെന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ഒരു ക്യാബിനറ്റ് പദവിയാണത്. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പോലീസ് അകമ്പടി കിട്ടും ചിലപ്പോൾ. എപ്പോഴും ഇത് വേണ്ട, പോലീസ് എസ്കോർട്ട് വേണ്ട, അല്ലെങ്കിൽ പിണറായി വിജയൻ നടന്നിരുന്നത് പോലെയുള്ളൊരു അത്ര തന്നെ ആ ഒരു ലെവലിലില്ല. 40 വണ്ടികളുടെ അകമ്പടി 40 ഇല്ലെങ്കിൽ പോലും പോലീസ് എസ്കോർട്ട് നിർബന്ധിതമല്ലാത്തൊരു കാര്യമാണ് പ്രതിപക്ഷ നേതാവിൻ്റെത്. കൃത്യമായിട്ട് ക്യാബിനറ്റ് പദവിയാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പരിരക്ഷ അവിടെ കിട്ടും.
പക്ഷേ ഈ പറഞ്ഞ പോലെ ഇസഡ് കാറ്റഗറി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, 40 വണ്ടികളാകുമ്പോൾ അതുപോലൊരു കാര്യത്തിലേക്ക് അദ്ദേഹം ചുരുങ്ങുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്നുള്ള ചർച്ച എത്രയും പെട്ടെന്ന് ഈ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അപ്പുറത്തും ഈ കളിയാക്കുന്നവർ പ്രതിപക്ഷ നേതാവിനെ കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് തോന്നുന്നു.